എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. പപ്പായ കൊണ്ട് ഒരുപാട് ഐറ്റംസ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പപ്പായയും ഉണക്കച്ചെമ്മീനും ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ അത് അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു പപ്പായാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതേപോലെ തൊലി കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പപ്പായ ഒരുപാട് പോഷക ഗുണമുള്ള ഒരു വെജിറ്റബിളാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി വൃത്തിയാക്കി എടുത്ത പപ്പായയുടെ അകത്തു നിന്നുള്ള ആ സീഡ്സൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഒരുപാട് വിളഞ്ഞു പോകാത്ത പപ്പായയാണ് ഈ അച്ചാറിന് ഏറ്റവും നല്ലത്. അപ്പോൾ ആ രീതിയിലുള്ള പപ്പായ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ തോരനൊക്കെ തയ്യാറാക്കാൻ വേണ്ടി പപ്പായ കട്ട് ചെയ്യുന്ന വലിപ്പത്തിൽ ആ രീതിയിൽ തന്നെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് ഈ പപ്പായ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത്. ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അച്ചാറിടാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് കഴുകി വൃത്തിയാക്കിയ ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കാം. ഉണക്കച്ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എണ്ണയിൽ കിടന്നൊന്ന് ഫ്രൈ ആയി വരും. ആ സമയമാകുമ്പോഴേക്കും ഇത് കോരി മാറ്റാം. ഇപ്പോൾ അത് ചെമ്മീൻ നന്നായി പരുവായി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് ആ എണ്ണയിൽ തന്നെ അച്ചാറിടാം. ഇനി എണ്ണയിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അച്ചാറിന് ആവശ്യമുള്ള അത്രയും വെളുത്തുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അച്ചാറിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയുടെയൊക്കെ പച്ചമണം മാറി നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പപ്പായ കഴുകി ഊറ്റിയെടുത്തതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെമ്മീനും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പപ്പായന് പ്രത്യേകിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചൂടുവെള്ളത്തിൽ കിടന്ന് തന്നെ ഒന്ന് അത് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. പപ്പായയ്ക്ക് ആ ഒരു വേവ് മാത്രം മതിയാകും. ഇപ്പോൾ ഇതാ സൂപ്പർ ടേസ്റ്റിലുള്ള പപ്പായ ഉണക്ക ചെമ്മീൻ അച്ചാർ റെഡിയായി കഴിഞ്ഞു. ചോറുണ്ണാൻ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. പപ്പായ ഉണക്ക ചെമ്മീനും കൂടി ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ അച്ചാറിൽ പപ്പായയുടെ കൂടെ ചെമ്മീനൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.